എന്തായാലും ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത് ഇവിടെ കണ്ടോ, വലിയൊരു ആമ. ടർട്ടിൽ, അതിന് സീ ടർട്ടിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സീ ടർട്ടിൽ അല്ലേ? സീ ടർട്ടിൽ. ഓക്കെ, എന്തായാലും അതിങ്ങനെ അങ്ങനെ ഒരു 10 രൂപ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. 10 രൂപ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് 10 രൂപ. നിങ്ങൾ എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ 10 രൂപയുടെ പുറകിൽ വീട്ടിലുണ്ടെങ്കിൽ നോക്കുക. 10 രൂപയുടെ പുറകിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഒഡീഷയിലെ ജഗന്നാഥ് പുരിയിൽ നിന്നാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പുരിയിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം അകലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എങ്ങോട്ടാണെന്നല്ലേ, നമ്മളിന്ന് പോകുന്നത് കൊണാർക്ക് സൺ ടെമ്പിളിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് ഈശോപന്തി ആശ്രമത്തിൽ നിന്നാണ്. ആശ്രമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ആശ്രമത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് അല്പം ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പുരി ബീച്ച് റോഡിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബീച്ച് റോഡിന്റെ ഒരു ഭാഗത്ത് നിറയെ ഹോട്ടൽസും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളുമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. അതിനുള്ള ഒരു തെളിവാണ് ഈ റോഡിൽ കാണുന്ന തിരക്ക് മുഴുവനും. അപ്പോൾ എത്രമാത്രം ആൾക്കാർ ഒരു ദിവസം ഇവിടെ വന്നു പോകുന്നുണ്ട് എന്നുള്ളതൊന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. എന്തായാലും ബീച്ചിന്റെ ഭാഗത്തുള്ള റോഡൊക്കെ മനോഹരമാക്കി നല്ല വൃത്തിയാക്കി അവരിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും റോഡൊന്നും അത്ര ഭംഗിയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതിന് സമീപകാലങ്ങളിലൊക്കെ റെഡിയാക്കുമായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കഴിഞ്ഞ യാത്രയിൽ പുരി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്കത് സാധിച്ചിരുന്നില്ല. കാരണം നമ്മൾ ചിൽക്ക ലേക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ലേറ്റായി. എന്നാൽ പിന്നെ ഇന്നെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ കൊണാർക്കിലേക്ക് പോയിട്ട് സൺ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് പറ്റുവാണെങ്കിൽ നമുക്ക് പുരി ബീച്ചും കൂടെ കാണാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ആരംഭിക്കാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ CNG അടിച്ചിരിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് CNG അടിക്കുന്നത് നിങ്ങൾ കാണുന്നത്. അതിനുള്ള പ്രധാന കാരണം മലയോര മേഖലകളിലൊന്നും CNG നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഒഡീഷയിലെ ഉൾപ്രദേശങ്ങൾ, അവിടെ ഒന്നും CNG ഇല്ലായിരുന്നു. സമതലങ്ങളിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും CNG ഉണ്ട്. നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് CNG ലഭിക്കുന്നതാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഉൾപ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ മലയോര മേഖലകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ CNG കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ കുറേ ദൂരം നമ്മൾ പെട്രോൾ ഓടേണ്ടി വന്നു. ഏകദേശം ഒരു 1000 കിലോമീറ്ററോളം അടുപ്പിച്ച് നമ്മൾ പെട്രോൾ ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ ദിവസം നമുക്ക് CNG തന്നെ ഓടാം. ഇവിടെയെല്ലാം മുന്നേ സൂചിപ്പിച്ചതുപോലെ CNG ലഭിക്കുന്നതാണ്. CNG കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നല്ല ലാഭകരമാണ്. അതായത് മൈലേജ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ വിലയിലാണെങ്കിലും വ്യത്യാസമുണ്ട്. പെട്രോളിനാണെങ്കിൽ നമുക്കറിയാം 105 മുതൽ 150 രൂപ വരെയാണ് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റിലും വില വരുന്നത്. CNGക്ക് വരുന്നത് 86 മുതൽ 88 വരെയാണ് മാക്സിമം വില വന്നിരിക്കുന്നത്. അതുമാത്രമല്ല CNGക്ക് പെട്രോളിനേക്കാൾ ഇരട്ടി മൈലേജ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ജിപ്സിക്കാണെങ്കിൽ 10 കിലോമീറ്റർ ആണ് പെട്രോളിൽ മൈലേജ് ഉള്ളത്. CNG നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് 20-22 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യാത്രയ്ക്ക് ഏറ്റവും എളുപ്പം CNG ആണ്. ഇനിയിപ്പം വരും കാലങ്ങളിലൊക്കെ മലയോര മേഖലകളിലൊക്കെ CNG വന്നു തുടങ്ങുമ്പോഴത്തേനും നമുക്കത് ഉപകാരപ്രദമാകും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ഒരു 30 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി കൊണാർക്ക് സൺ ടെമ്പിളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. हाँ 7999 20 30. അങ്ങനെ എന്തായാലും നമ്മൾ കൊണാർക്ക് സൺ ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിച്ചേർന്നില്ല, കുറച്ചുകൂടെ ദൂരം നടക്കാനുണ്ട്. നമ്മളിവിടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കിംഗ് സ്ലോട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു 100-300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കണം. എങ്ങോട്ടാണ് വഴി എന്നൊന്നും അറിയത്തില്ല. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 300 മീറ്റർ പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ അങ്ങോട്ട് എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
വാഹനം പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 30 രൂപയാണ് കൊടുത്തത്. 30 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാം. പിന്നെ സർക്കാർ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അതിലൊന്നാമത്തത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുകൂടാതെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലം. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിലേതിലെയോ നടന്നു പോകണം ക്ഷേത്രത്തിലേക്ക്. അതെവിടെയാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. മഴക്കാറ് കാണുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ഇപ്പോൾ മഴയുടെ സീസണൊന്നും അല്ല. ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവിടെയൊക്കെ നിറയെ കടകളാണ് കേട്ടോ. എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കരിക്ക്, അതോടൊപ്പം തന്നെ ചായ, കോഫി, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, അങ്ങനെ എല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. അങ്ങനെ പുരിയിൽ നിന്ന് കടൽ തീരത്തിനരികിലുള്ള റോഡിലൂടെ യാത്ര തിരിച്ച നമ്മൾ ഏകദേശം 40 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് കൊണാർക്കിലെത്തിയത്. കൊണാർക്കിൽ എത്തിച്ചേർന്നപ്പോൾ വരുന്ന വഴിയിലെല്ലാം തന്നെ വിനോദസഞ്ചാരികളുടെ തിക്കും തിരക്കുമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. ധാരാളം സന്ദർശകർ കൊണാർക്ക് സൂര്യക്ഷേത്രം അല്ലെങ്കിൽ കൊണാർക്ക് സൺ ടെമ്പിൾ കാണാനായിട്ട് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. വഴിയിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് നേരെ എതിർവശത്തായിട്ട് നമ്മൾക്കൊരു മ്യൂസിയം കാണാൻ കഴിഞ്ഞു. ആ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംയുക്തമായിട്ടാണ്. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തിൻ്റെയും അതിൻ്റെ വാസ്തുശില്പ ശൈലിയൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ ഒരു മാതൃകയാണ്. അതായത് ഈ ക്ഷേത്രം തകർന്നടിയുന്നതിന് മുന്നേ ഉള്ള രൂപമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ക്ഷേത്രത്തിന് തകർച്ച വന്നതിന് ശേഷമുള്ള ഭാഗങ്ങളും അവിടെ മറ്റൊരിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്ന ഓരോ സന്ദർശകനും അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ ഒരു ആ മോഡലിലൂടെ ക്ഷേത്രത്തിൻ്റെ വാസ്തുശില്പം സംബന്ധിച്ചിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അവിടെ എത്തുന്ന സന്ദർശകർക്ക് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചുമരിൽ അവർ ഒരുപാട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ 3 ഭാഷകളിലായിട്ട് വിവരണങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഒഡിയ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണത്. അതുമാത്രമല്ല, മ്യൂസിയത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ ഏറ്റവും ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി അവിടെ കാണാൻ കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ശില്പങ്ങളുടെയൊക്കെ മാതൃകകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് പുറത്തെത്തുന്ന ഒരു സന്ദർശകന് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭിക്കുന്നതാണ്. പിന്നെ ആ മ്യൂസിയത്തിലെത്തുന്ന സന്ദർശകരെ വളരെയേറെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി അവിടെയുണ്ട്. അതൊരു മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമാ പ്രദർശനശാലയാണ്. അവിടെ പ്രദർശിപ്പിച്ചു വരുന്നത് കൊണാർക്ക് സൺ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററിയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി അനിമേറ്റഡ് രൂപത്തിലാണ് പ്രദർശിപ്പിക്കുന്നത്. ആ ഡോക്യുമെൻ്ററി ഹിന്ദിയിലാണുള്ളത്. അങ്ങനെ ആ ഡോക്യുമെൻ്ററി കണ്ടു ഇറങ്ങിയ നമ്മൾക്ക് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങളൊക്കെ ലഭിച്ചു. ഈ മ്യൂസിയത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 50 രൂപ ഫീ മുടക്കിയിട്ട് ആ മ്യൂസിയം കാണാനെത്തുന്ന ഓരോ സന്ദർശകനും യാതൊരുവിധ നഷ്ടവും ഉണ്ടാക്കാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പരിപാലിച്ചു വരുന്നത്. അവിടെയുള്ള ഓരോ ശില്പങ്ങളും അവിടെയുള്ള ഓരോ പ്രദർശന വസ്തുക്കളും പൊടിയൊന്നുമില്ലാതെ അവർ അത്രയും ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഡോക്യുമെൻ്ററിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, ഈ മ്യൂസിയത്തിൻ്റെ നേരെ എതിർവശത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നെത്തി. അവിടെ എത്തുന്ന ഓരോ സന്ദർശകനും ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഓരോ സന്ദർശകരിൽ നിന്നും 40 രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ 2 രീതിയിലാണ് അവിടെ എത്തുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാവുന്നത്. ഒന്ന്, ഓൺലൈൻ സംവിധാനത്തിലൂടെ അവർക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ക്ഷേത്രത്തിന് ചുറ്റും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ്സൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. വേണ്ടുന്ന ആൾക്കാർക്ക് അവരുടെ സേവനങ്ങളൊക്കെ വിനിയോഗിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഗൈഡിൻ്റെ സേവനമൊന്നും വിനിയോഗിച്ചില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരുന്നു നമ്മൾ എത്തിയ സമയത്ത്.
ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ പ്രാചീന ഭാരതത്തിലെ വാസ്തുശില്പ ശൈലിയുടെ ഒരു മകുട ഉദാഹരണം തന്നെയാണ് ഈ ക്ഷേത്രം. ഇവിടെ എത്തുന്ന ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ പൈതൃകത്തെ ഓർത്ത് അഭിമാനിക്കാവുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്കിലെ അതിമനോഹരമായിട്ടുള്ള സൂര്യക്ഷേത്രം ഒഡീഷ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ്. ലോകത്തിലെ മതവാസ്തുവിദ്യയുടെ അതിശയകരമായിട്ടുള്ള സ്മാരകങ്ങളിലൊന്നാണിത്. കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ്. 7 കുതിരകളും 22 ചക്രങ്ങളും ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലകരായി 2 സിംഹങ്ങളെയും കാണാം. വളരെ അത്ഭുതകരമായൊരു വസ്തുത ഈ ചക്രങ്ങളുടെ നിഴൽ നോക്കി അക്കാലത്ത് സമയം ഗണിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാ ചക്രങ്ങളും ഇപ്രകാരം സൂര്യ ഘടികാരങ്ങളാണ്. ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒറീസയ്ക്ക് നിരവധി ക്ഷേത്രങ്ങൾ കൈവശമുണ്ടെന്ന ബഹുമതിയുണ്ട്. ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രം. ഇന്ന് വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസയായി ഈ സ്ഥലം നിർവചിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ പഴയകാലത്ത് യൂറോപ്യൻ നാവികർ ബ്ലാക്ക് പഗോഡ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അവരുടെ തീരദേശ യാത്രയിൽ അവർക്കൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഈ ക്ഷേത്രം. ഭാരതീയ ശില്പകലയുടെ ഒരു മകുട ഉദാഹരണമാണ് കൊണാർക്കിലെ ക്ഷേത്രം. ഇവിടെ കൊത്തിവെച്ചിട്ടുള്ള ഓരോ ശില്പങ്ങളിലും ആ ഒരു വൈദഗ്ധ്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ ചുമർ ശില്പങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ലൈംഗിക ചേഷ്ടകൾ ഇവിടെ ശില്പങ്ങളായി കാണാൻ കഴിയും. അംഗലാവണ്യം തെറ്റാതെ ഏറെ സൂക്ഷ്മതയോടെയാണ് ഇവിടെയുള്ള ഓരോ ശില്പങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. 229 അടി ഉയരമായിരുന്നു പ്രധാന ക്ഷേത്രത്തിന്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. സൂര്യദേവന്റെ പൂജാവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം, ക്ഷേത്ര സോപാനം, ജഗൻമോഹൻ മണ്ഡപം എന്നിവയാണവ. 1200ഓളം ശില്പികൾ 12 വർഷം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം നിർമ്മിച്ച രാജാ നരസിംഹദേവൻ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ 12 വർഷത്തെ വരുമാനമാണ് ഈ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ചെലവാക്കിയത്. കിഴക്ക് ദർശനമായാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ഉദയസൂര്യൻ്റെ പ്രകാശരശ്മികൾ പ്രധാന വിഗ്രഹത്തിൻ്റെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. സൂര്യദേവൻ്റെ 3 ഭാവങ്ങൾ, അതായത് ഉദയം, മധ്യാഹ്നം, അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിൻ്റെ 3 ഭാഗങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമൻറ്റോ കുമ്മായമോ മറ്റു പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഈ ക്ഷേത്ര നിർമ്മിതിയുടെ മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ പതനത്തെക്കുറിച്ച് ഒട്ടേറെ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച നരസിംഹദേവൻ I രാജാവിൻ്റെ അകാല മരണം ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ നിർമ്മിതിക്ക് ഒരു തടസ്സമായി എന്നതാണ് ഒന്നാമത്തെ വാദം. അദ്ദേഹത്തിൻ്റെ മരണം കാരണം ക്ഷേത്ര നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. ഏറെ നാൾ ഇങ്ങനെ പണികളൊന്നും നടക്കാതായപ്പോൾ ക്ഷേത്രം തകർന്നു വീണു. പക്ഷേ ഈ വാദത്തിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പല ചരിത്രകാരന്മാരും പറയുന്നത് ക്ഷേത്ര നിർമ്മാണം AD 1253 തുടങ്ങി AD 1260 അവസാനിച്ചു എന്നാണ്. ലഭ്യമായിട്ടുള്ള ചില ചെമ്പ് തകിടുകളിൽ നിന്നും ഇത് വ്യക്തമാണ്. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ നല്ല ഭാഗവും നശിച്ചു കഴിഞ്ഞു. പ്രധാന ശ്രീകോവിൽ ഇപ്പോൾ നിലവിലില്ല. ഇത് 1837 തകർന്നു വീണതായി അനുമാനിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് കിട്ടിയ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നാശത്തിൻ്റെ വക്കിലായ ക്ഷേത്രം ഇടിഞ്ഞു വീഴാതിരിക്കാനായി ഉൾഭാഗം കല്ലും മണ്ണും നിറച്ച് അടച്ചിരിക്കുകയാണ്. കൂടാതെ ക്ഷേത്രം ഇപ്പോൾ ഇരുമ്പ് പൈപ്പുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നു. നടനമണ്ഡപം, ഭോഗമണ്ഡപം, ജഗൻമോഹൻ മണ്ഡപം എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന വലിയ മണ്ഡപമാണ് ജഗൻമോഹൻ മണ്ഡപം. കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മിതി വളരെ സവിശേഷമായിട്ടുള്ളൊരു വാസ്തുശില്പ ശൈലിയിലാണ്. ഒഡീഷയിലെ പുരാതന ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കലിംഗ വാസ്തുശില്പ രീതിയിലാണ്. ഈ കലിംഗ വാസ്തുശില്പ ശൈലി ഭാരതത്തിലെ മറ്റിടങ്ങളിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ്. കലിംഗ ശൈലിയിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ വാസ്തുശില്പ ശൈലിയും ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ വാസ്തുശില്പ ശൈലിയും തന്നെയാണ് അതിനുദാഹരണം. രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് തീർത്തിട്ടുള്ളത്. എന്നാലും ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിലെല്ലാം അവലംബിച്ചിട്ടുള്ളത് കലിംഗ രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണ ശൈലി തന്നെയാണ്. പല പുരാതന നിർമ്മിതികളുടെയും, ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ പിരമിഡ്, ഇന്ത്യയിലെ തന്നെ ഒരുപാട് മഹത്തായ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തെ സംബന്ധിച്ച് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അതിശയിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ
വലിയ വലിയ ഗോപുരങ്ങളുടെ മുകളിലേക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ കൂറ്റൻ പാറക്കല്ലുകൾ കയറ്റി കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും അവർ മണ്ണ് കൊണ്ട് ഒരു റാമ്പ് നിർമ്മിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന മണ്ണ് കൊണ്ടുള്ള ഈ റാമ്പിലൂടെയാണ് ഭീമാകാരമായിട്ടുള്ള പാറക്കല്ലുകളൊക്കെ ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ സഹായത്തോടെ വലിച്ച് മുകളിലേക്ക് ഉയർത്തിയിരുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ആ ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, നമ്മൾ അതിശയത്തോട് കാണുന്ന ആ ഒരു നിർമ്മിതിയുടെ പിന്നിലുള്ള രഹസ്യവും ഇതൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ പല നിർമ്മിതികളുടെ പിന്നിലും ഇങ്ങനെ മണ്ണ് കൊണ്ട് അവരൊരു റാമ്പ് ഉണ്ടാക്കിയിട്ടായിരിക്കണം പഴയ കാലത്ത് കൂറ്റൻ പാറക്കല്ലുകളൊക്കെ വലിയ വലിയ ഗോപുരങ്ങളുടെ മുകളിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. കൊണാർക്ക് സൂര്യക്ഷേത്രം 1984 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ ചരിത്രവും നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളുമൊക്കെ. അങ്ങനെ ഒരു 10 രൂപ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. 10 രൂപ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് 10 രൂപ. നിങ്ങൾ എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ 10 രൂപയുടെ പുറകിൽ വീട്ടിലുണ്ടെങ്കിൽ നോക്കുക. 10 രൂപയുടെ പുറകിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചക്രം കാണാൻ സാധിക്കും. ഈ ചക്രം ഈ ക്ഷേത്രത്തിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന രഥത്തിൻ്റെ ചക്രമാണ്. അതാണ് നമ്മൾ ഈ കാണുന്ന 10 രൂപയുടെ പിറകിൽ കാണുന്നത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന്. വീട്ടിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് നോക്കുക. ഇതിൻ്റെ പുറകിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ചക്രം നമുക്ക് കാണാൻ സാധിക്കും. കൊണാർക്ക് സൺ ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇനി ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ, അതായത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുരി ബീച്ചിലേക്കാണ് നമ്മുടെ യാത്ര. വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാഹനമായിട്ട് പോകാനുള്ള ദൂരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ഏകദേശം ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. വാഹനം കൊണ്ടുപോയാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. പിന്നെ പാർക്ക് ചെയ്തിട്ട് കുറേ ദൂരമൊക്കെ നടന്നു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു 1 കിലോമീറ്ററിൽ താഴെയല്ലേ ഉള്ളൂ, നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ചായ കുടിക്കണം. പോകുന്ന വഴിയിൽ ഒരു ചായയും കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ടും കൂടി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 4 മണി ആകാറായി. ഇനിയിപ്പോൾ കറക്റ്റ് സമയമാണ്. ഒരുപാട് നേരം വൈകിപ്പിക്കാനും സാധിക്കില്ല. കാരണം ഇവിടെ ഒരു 4:30-5 മണി ആകുമ്പോഴത്തേനും ഇരുട്ടാവും. അതിന് മുന്നേ പോയിട്ട് നമുക്ക് ബീച്ച് കാണണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി നേരെ ബീച്ചിലേക്ക് പോകുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ആശ്രമത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഒരു ചെറിയ ഇൻ്റർലോക്ക് ഇട്ട വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അത് നടന്നെത്തുന്നത് ഒരു പ്രധാന വഴിയിലേക്കാണ്. അവിടെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആഡംബരങ്ങളുള്ള ഒരു വീടുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ വീടുകളൊക്കെ 1-2 മുറികളെ കാണുള്ളൂ ആകെ. അതിനകത്ത് ഒന്ന് അടുക്കളയും പിന്നെ ഒരു വലിയ ഹാളും പിന്നീട് എക്സ്ട്രാ ഒരു റൂമുള്ള ആൾക്കാരുണ്ടാകാം. അതല്ലെങ്കിൽ അവർ ഹാളിലൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും. ആർഭാടങ്ങൾക്കൊന്നും അത്ര വില കൊടുക്കുന്ന ആൾക്കാരല്ല ഇവർ. ചെറിയ രീതിയിലൊക്കെയാണ് അവരുടെ ഒരു ജീവിതം. എന്നാൽ സാമ്പത്തികമായിട്ട് അത്ര മോശമൊന്നുമല്ല അവർ കേട്ടോ. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവർ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ വീടുകൾക്കോ ഒന്നും അത്ര സാമ്പത്തികം മുടക്കി ഒരു കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല. അതൊക്കെ കേരളത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തമിഴ്നാടും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും കർണാടകയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര വലിയ വീടുകളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നടന്ന് നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചായ അറിയാമല്ലോ, ഫ്ലാസ്കിലാണ് അവർ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ചായ ഓരോന്ന് വാങ്ങിച്ച് കുടിക്കാം. 5 രൂപയാണ് ഒരു ചായയുടെ വില. ചായ കുടിച്ചോ? 1 ഔൺസ് ചായ ഉണ്ട്, ഒന്നും കളയാതെ കുടിച്ചോളാം. ഇവിടുത്തെ ചായ മഹാരസമാണ്. നമ്മുടെ നാട്ടിൽ വലിയൊരു ഗ്ലാസ്സിൽ ചായ കിട്ടുന്ന പോലെ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ 1 ഔൺസ് ചായയാണുള്ളത്. ഇതേപോലെ ഒരു 4 ചായ കുടിച്ചെങ്കിലേ നമുക്ക് ചായ കുടിച്ചൊരു ഫീൽ ഉണ്ടാവുള്ളൂ. കേരളവും തമിഴ്നാടും ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, 1 ഔൺസ് ചായ. അങ്ങനെ ടോട്ടോയിൽ കയറി കേട്ടോ. ഒരുപാട് നേരം വൈകിപ്പിക്കാനായിട്ട് ഇനി സമയമില്ല. ഇവിടെ നിന്ന് 2 പേർക്കും കൂടി 50 രൂപയാണ് അവർ പറഞ്ഞത്. ഷെയർ ആണെങ്കിൽ നമുക്ക് 10 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്. ഇപ്പോൾ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ 50 രൂപ പറഞ്ഞു. 25 രൂപ വെച്ച്
1 കിലോമീറ്ററോളം ഉണ്ട്. എന്തായാലും 50 രൂപ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ലേറ്റ് ആകണ്ട. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ബീച്ചിലെ കാഴ്ചകൾ ഇന്നും കാണാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കാലാവസ്ഥ നമ്മളിവിടെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്കൊരു നാട്ടിലെ ഒരു 5:30-6 മണിയായെന്നൊക്കെ തോന്നും. പക്ഷേ അതല്ല, സമയം 4:15 ആയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നേരത്തെ ഇരുട്ടും, അതാണൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര ടോട്ടൂരിൽ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങ് ബീച്ച് ആരംഭിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇറങ്ങാം നമുക്ക്. സാറേ, ഐശ്വര്യ 50 രൂപ കൊടുത്തോ, ഒന്നും നോക്കണ്ട. അങ്ങനെ നമ്മൾ പുരി ബീച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഇല്ല, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നലേക്ക് എന്തോ തിരക്കായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിലൂടെ പാസ് ചെയ്ത സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് അത്ര അധികം തിരക്ക് കാണാനായിട്ടില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ആൾക്കാർ വരുമായിരിക്കും. എന്തായാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ബീച്ചിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എന്തായാലും നടക്കണമല്ലോ. സാധാരണഗതിയിൽ ബീച്ചിൽ വരുമ്പോൾ എല്ലാവരും കടലിൽ പോയി ചാടി കുളിച്ച് തിമിർത്ത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. സാറിന് ചാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി ചാടാൻ കേട്ടോ. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല. എനിക്കും അതെ കേട്ടോ. എനിക്ക് അങ്ങനെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ ചാടി കുളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ട് മുതൽ എനിക്കും ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ പോയിട്ട് ഈ കടലിൽ കാല് നനച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പാൻസും ഡ്രസ്സിലൊക്കെ തെറിക്കും വെള്ളം. അത് ശരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മണൽ പറ്റും. അതാണ് വേറൊരു ഉപ്പുരസമായിരിക്കും. അതും ശരിയാണ്. ഇത് കൊണ്ടിട്ട് വേണം നമ്മൾ താമസ സ്ഥലത്ത് പോകാൻ, അതൊരു കാര്യം. നമ്മളെ വീട്ടിൽ പോകാൻ, നാട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോകാൻ. ശരിയാണ് ശരിയാണ്. അത് മാത്രമല്ല, നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉടുപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ ഉപ്പുരസം കലർന്ന മണ്ണെല്ലാം വീട്ടിൽ വീഴും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു താല്പര്യം അങ്ങനെ തോന്നാറില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു താല്പര്യം എനിക്കും പൊതുവേ ഇല്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുളിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി ദേഹമൊക്കെ വൃത്തിയാക്കിയിട്ട് പോകാൻ സാധിക്കുന്നതാണ്. കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ കുറേ ബോട്ട് സർവീസുകൾ, അതായത് സ്പീഡ് ബോട്ട് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ കോവളത്തൊക്കെ ഉള്ളതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം കടലിലേക്ക് പോകുന്ന സ്പീഡ് ബോട്ട് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ കസേര ഇട്ട് കൊടുത്തിട്ട് ഇരുന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ഇരുന്ന് കടലിനെ ആസ്വദിക്കാനുള്ള ഒരു സംവിധാനമൊന്നും അങ്ങനെ അവിടെ ഒരുക്കിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ ബീച്ചിന്റെ സൈഡിലുള്ള സകല ഹോട്ടലിന്റെ ബാൽക്കണി സീ ഫേസിംഗ് ആണ്. അവിടെ നിന്ന് കടലിലേക്കൊക്കെ നോക്കിയിരിക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും. തീർച്ചയായും എല്ലാ ഹോട്ടലുകളുടെയും ബാൽക്കണീസ് സീ ഫേസിംഗ് ആണ്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ അവിടെ ഉണ്ട് ഇതുപോലത്തെ ചെയർസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ലീല ഹോട്ടലിലൊക്കെ. അല്ല, കോവളത്തുണ്ട് കേട്ടോ. കോവളത്ത് നോർമൽ ബീച്ചിലില്ല. നോർമൽ ബീച്ചിലില്ല. അവിടുത്തെ സ്പെഷ്യൽ ബീച്ചുകളിൽ, അതാണ്, അതായത് ഒരു സെക്ലൂഡഡ് ബീച്ചസ് ഒക്കെ ഉണ്ടല്ലോ കോവളത്ത്. ഹോട്ടൽസ് ആണ്, ഹോട്ടൽസിന്റെ പ്രോപ്പർട്ടി അവർ ഒരുക്കുന്നുണ്ട്. അല്ല, ഇതെന്നെ ഘടാത് ആകർഷിച്ചു. കാരണം എന്താണെന്നറിയോ, പ്രായമായ ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് അവർക്കൊരു സമാധാനത്തോടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാമല്ലോ. എന്തായാലും അതൊക്കെ കൊള്ളാം. അങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ പുരി ബീച്ചിലൂടെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇത്രയും ഒരു ലോങ്സ്റ്റ് ബീച്ച് നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. ഇത് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്നതാണ്. അതാണ്. എന്തായാലും ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത്, ഇവിടെ കണ്ടോ, വലിയൊരു ആമ. ടർട്ടിൽ, അതിന് സീ ടർട്ടിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സീ ടർട്ടിൽ അല്ലേ? സീ ടർട്ടിൽ. ഓക്കെ. എന്തായാലും അതിങ്ങനെ കരയ്ക്ക് വന്നിരിപ്പുണ്ട്. അത് ആക്ച്വലി മുട്ടയിടാൻ വന്നതാണോ എന്ന് തോന്നുന്നത്. ചത്തതാണോ ഇത്? എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അത് ചത്തുപോയി കേട്ടോ. അയ്യോ, അത് അനങ്ങുന്നില്ല, ചത്തുപോയി. അതിന്റെ ഒരു പ്രശ്നം, അതിന്റെ ദേഹത്തൊക്കെ എന്തൊക്കെയോ വള്ളികളൊക്കെ കുരുങ്ങി കിടക്കുന്നു. തുണിയൊക്കെ എങ്ങനെ കെട്ടിയിരിക്കുന്നല്ലേ? അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കടൽ ജീവികൾക്ക്. അതായത് ഈ കടലിൽ പോകുന്ന ഇവരൊക്കെ മുക്കുവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വലയുടെ ഭാഗങ്ങളൊക്കെ കടലിൽ ഉപേക്ഷിക്കും. അപ്പോഴേ അത് ഇവരുടെ ദേഹത്തോ കഴുത്തിലോ ഒക്കെ വന്ന് കുടുങ്ങിയിട്ട് പിന്നെ അവർക്ക് ചലനശേഷി ഉണ്ടാകത്തില്ല. അങ്ങനെ ചലനശേഷി ഉണ്ടാകാതെ വരുമ്പോൾ അവർക്ക് ഇര തേടാൻ കഴിയാതെയൊക്കെ അവർ ചത്തുപോകും. അപ്പൊ അത് ജീവനുള്ളതല്ല, അത് ചത്തുപോയി, അനങ്ങുന്നില്ലല്ലോ. വളരെ സന്തോഷത്തോടെ നമ്മൾ കാണാൻ വേണ്ടി വന്നത് ആമേനെ. പക്ഷേ അത് ഇങ്ങനെ ചത്തുപോയെന്നുള്ളൊരു സങ്കടമാണ് നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി ക്യാമറ കണ്ണുകളിലൂടെ പ്രത്യേകിച്ച് നല്ല കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിലൂടെ കുറച്ച് വേണമെങ്കിൽ കാണാം. ക്യാമറയുടെ ലെൻസിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. എന്തൊക്കെയാ ഇവിടെ കണ്ടത്? ഇവിടുത്തെ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ കണ്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഒട്ടകങ്ങളുണ്ട്, 1-2 കുതിരകളുണ്ട്.
പിന്നെ കുറെ ആൾക്കാരുണ്ട്. കുറച്ച് പട്ടിക്കുട്ടികളിലൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അതെ, കുറച്ച് പട്ടിക്കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാവം കടലാമ മരിച്ചു കിടക്കുന്ന കണ്ടു. അതാണ് പാവം, അതൊരു സങ്കടമായി പോയി. ഒരുപാട് ചെറുപ്പക്കാരിവിടെ സൈക്കിളിൽ വന്നിട്ട് ഈ ബീച്ചിൽ വന്ന് കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്പോർട്സ് സൈക്കിളാണ് കണ്ടിട്ട് അല്ലേ? നല്ല കാർബൺ ഫൈബറിന്റെ ഒക്കെ സൈക്കിളുകളാണ്. കോസ്റ്റ്ലി ആണത്. കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ. പിന്നെ തീർന്നില്ല, കുറച്ച് കച്ചവടക്കാരുണ്ട്. പ്രത്യേകിച്ച് കരിക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട്, ചോളം വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ പാനിപ്പൂരി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് പിന്നെ എല്ലാ ബീച്ചിലും അങ്ങനെയാണ്. ഇവിടെ മാത്രമല്ല, അത് ഇല്ലാത്തൊരു ബീച്ച് ഉണ്ടാവില്ല. അതാണ്. പക്ഷെ എനിക്ക് പുരി ബീച്ച് നമ്മുടെ നാട്ടിലെ ബീച്ചുകളെക്കാളും ഒക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നി. ഒന്ന് അങ്ങനെ ചപ്പയോറും ഒന്നും കാണാനില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചപ്പയോറ് നീക്കാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം കടൽ ശാന്തമാണ്. പിന്നെ വളരെ നീളമുള്ള ബീച്ചാണ്. പിന്നെ ഈ സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ബീച്ചാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, ഈ ബീച്ചിനപ്പുറം റോഡാണ്, റോഡിനപ്പുറം ഹോട്ടലുകളാണ്. ഒരുപാട് ഹോട്ടലുകൾ ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം ബീച്ച് ഫേസിംഗ് ഹോട്ടൽസ് ആണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും സീ ഫേസിംഗ് ബാൽക്കണീസ് ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കടലൊക്കെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ? തീർച്ചയായും. അതൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. കടലിൽ ചാടി കുളിക്കുന്നത് പോലെ തന്നെയാണ് വിദൂരതയിലേക്ക് നോക്കി കടലിന്റെ തിരമാലകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച. തിര എണ്ണുന്ന കാര്യമാണോ നീ പറയുന്നത്? തിര എണ്ണുകയല്ല, അല്ല, ഇങ്ങനെ ഒരു രസമല്ലേ ബീച്ച് എന്ന് പറയുമ്പോഴത്തേനൊരു മനസ്സിനൊരു പ്രത്യേക ഒരു കുളിർമയാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് വന്നിരുന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും പിന്നെ കുറച്ചേരം ഉപ്പുകാറ്റൊക്കെ കൊള്ളാനും അങ്ങനെ സമയം ചെലവഴിക്കാൻ കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്നെ ശരിക്കും ഒട്ടും മടുപ്പിക്കാത്ത ഒരു സ്ഥലമാണ് ബീച്ച്. ആണോ? നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് കുറേ കഴിയുമ്പോൾ അങ്ങ് മടുക്കത്തില്ലേ? ബീച്ചിൽ നമ്മൾ എത്ര തവണ വന്നാലും മടുക്കത്തില്ല. സംഗതി എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഓരോ തവണ വരുമ്പോഴും ഓരോരോ പുതുമ തോന്നും. പ്രത്യേകിച്ച് കടലിന്റെ തിര ഇങ്ങനെ കരയിലോട്ട് അടിക്കുന്നതും അതിങ്ങനെ കയറി വരുന്ന കാഴ്ചയൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അത് മാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം, ഈ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ട് ഈ മണലിൽ കളിക്കുന്നതും അവർ ഈ മണലിൽ കൊട്ടാരങ്ങളും ഒക്കെ കിടങ്ങുകളൊക്കെ ഉണ്ടാക്കും കുഴിച്ചിട്ട്. നമ്മൾ പണ്ട് ചെറുതിലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മള് കടലമ്പ കള്ളി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നതും എന്നിട്ട് തിര അത് മാച്ചോണ്ട് പോകുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബാല്യകാല സ്മരണകളെ ഉണർത്തുന്നതാണ് ഈ കടല്. അതെ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബീച്ചിലെ വിശേഷങ്ങൾ. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ ബീച്ചിന്റെ ഓരത്തുകൂടി സഞ്ചരിച്ചാണ് കൊണാർക്ക് സൺ ടെമ്പിൾ കാണാനായിട്ട് പോയത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്ന് ഈ പുരി ബീച്ചിലെ കാഴ്ചകളും കണ്ടു. ചെറിയ ചെറിയ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ബീച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് കാഴ്ചകളൊക്കെ കിലോമീറ്ററോളം നടന്നു പോയി കാഴ്ചകൾ കാണാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. കുറച്ചുകൂടിയൊക്കെ ദൂരം നടന്ന് കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കാരണം നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് തന്നെ ലേറ്റായി. അതുകൊണ്ട് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. എന്തായാലും നിങ്ങൾ പുരിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷേത്രം സന്ദർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ബീച്ചും കൂടി വന്ന് സന്ദർശിക്കുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ പങ്കെടുക്കുക. സായാഹ്ന സമയങ്ങളൊക്കെ ഇവിടെ ചെലവഴിച്ച് ഒരു ദിവസം അങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.